എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്ത എന്താണെന്നതിനെക്കുറിച്ചാണ്. 3 തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആ വ്യക്തിയുടെ ചിന്തയെക്കുറിച്ച് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ പക്ഷിയുടെ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്ത എന്താണ്? നിങ്ങൾ വരുന്നതും കാത്താണ് ആ വ്യക്തി നിൽക്കുന്നത്. നിങ്ങളുടെ വരവ് കാത്തു നിൽക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലേക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ അടുത്തേക്ക് എത്തിയാൽ മതി എന്നാണ് ആ വ്യക്തിയുടെ ചിന്ത. അകലെ നിൽക്കുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്കൊപ്പം എത്തണമെന്നും നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു ഇഷ്ടം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. ആ വ്യക്തിയുടെ ആ വലിയ തരത്തിലുള്ള ഇഷ്ടം ആ വ്യക്തി വല്ലാതെ നിങ്ങളോട് പങ്കുവെക്കുന്നുമുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളെ കണ്ടെത്തിയാൽ മതി, നിങ്ങളെ കണ്ടെത്തുന്നത് തന്നെയാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. മനസ്സ് നിറഞ്ഞ് ആ വ്യക്തി നിങ്ങളെ തേടി നടക്കുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തെത്തുക, നിങ്ങളെ കണ്ടെത്തുക, അത് മാത്രമാണ് ആ വ്യക്തിയുടെ ചിന്ത. അതല്ലാതെ ഒന്നിനെക്കുറിച്ചും ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കൊപ്പം എത്തി, നിങ്ങൾക്കൊപ്പം ആകുക എന്നുള്ള ആ വലിയ ചിന്തയിലാണ് ആ വ്യക്തി നടക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സ് നിറച്ച് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. നിങ്ങൾ ഒരിക്കൽ വന്ന് കടന്നുപോയാൽ പിന്നെ നിങ്ങളെത്തുന്നത് വരെ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്ത. നിങ്ങളിൽ ആ വ്യക്തിക്ക് കൃത്യമായൊരാഗ്രഹമുണ്ട്. ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുറകെ നടന്ന് നിങ്ങൾക്ക് ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നതും നിങ്ങളെ പ്രതീക്ഷിച്ച് തന്നെയാണ്. നിങ്ങളുണ്ട് എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്ക് ഊർജം പകരുന്നത്. നിങ്ങളില്ലെങ്കിൽ ഒന്നിനും ഒരു താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. കാരണം നിങ്ങളാണ് ആ വ്യക്തിക്ക് ഹൃദയം നൽകിയത്, മനസ്സ് നൽകിയത്. തകർന്ന ഹൃദയത്തിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഉറച്ച ഒരു ഹൃദയം നിങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ചത്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വല്ലാത്ത ആഗ്രഹമാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തിക്ക് വലിയ തരത്തിലുള്ള ഊർജം പകർന്നിരുന്നു. ജീവിതത്തിൽ നിങ്ങളോളം വലുതായി ഒന്നും ആ വ്യക്തിക്കില്ല. എന്നും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നിങ്ങളൊന്ന് അകന്നു മാറിയാൽ പിന്നെ നിങ്ങൾ വരുന്നതും കാത്തു നിൽക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളറിയണം. ഇപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളെ ഒന്ന് കാണാൻ, നിങ്ങളുടെ സംസാരം ഒന്ന് കേൾക്കാൻ, നിങ്ങളിലേക്ക് വേഗം ഒന്ന് എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അഗമമായ ആ വ്യക്തിയുടെ ആഗ്രഹം ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്നു. അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ചിന്തയാണ്, ആഗ്രഹമാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആ വ്യക്തി, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി, ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്ക് വേണ്ടി തരണം ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടി ഇനിയും എത്ര വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യാനും ആ വ്യക്തി സന്നദ്ധനാണ്. അത്രത്തോളം നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളെക്കുറിച്ച് മാത്രം ആ വ്യക്തി ചിന്തിക്കുന്നു. അടുത്തതായിട്ട് തത്തമ്മ ബയലായി സ്വീകരിച്ചൊരു വ്യക്തിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും മറ്റുള്ളവർ കാണാതിരിക്കാൻ ശ്രദ്ധിക്കുന്നൊരു വ്യക്തി. എന്തോ ഒരു ഭയം. നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള ആരോ, ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആരോ ഒക്കെ വിലക്കിയിരിക്കുന്നു. അതിൻ്റേതായ ഒരു ഭയം എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ ഭയത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. നിങ്ങളെ ഇഷ്ടമാണെന്ന് ഈ ലോകത്തോട് മുഴുവൻ പറയാൻ പോലും ഭയപ്പെടുകയാണ്. മനസ്സിനുള്ളിൽ ആ സ്നേഹം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരാപത്തും ആ വ്യക്തി സ്നേഹിക്കുന്നതിലൂടെ ഉണ്ടാകാതിരിക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. അല്ലാതെ ആ വ്യക്തിയുടെ സ്വാർത്ഥതയല്ല. ആ വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകളും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സാമ്പത്തിക അന്തരീക്ഷങ്ങളാകാം, അതിൻ്റെ വ്യത്യസ്തതകളാകാം, അതിനെ എതിർക്കുന്നവരുടെ
പല്ലും നഖവും ഉപയോഗിച്ചുള്ള ചിന്തകളും പ്രവൃത്തികളുമാകാം ആ വ്യക്തിയെ അങ്ങനെ മറച്ച് വെക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത്. എതിർക്കാനുള്ള ശക്തി നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഇല്ല എന്നാണ് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കൃത്യമായൊരു സമയം വരുമ്പോൾ എതിർത്ത് മുന്നോട്ട് പോകാനും സാധിക്കും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി ആ വ്യക്തിക്കുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആ വ്യക്തി തരണം ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് കഴിവുണ്ടായിട്ടല്ല, നിവൃത്തികേട് കൊണ്ടാണ്. മികച്ച ഒരു ജീവിത രീതി സ്വപ്നം കാണുകയും അതിനുള്ള കഴിവും പ്രാപ്തിയും അവകാശവും ഉണ്ടായിട്ടും പലതും നിഷേധിക്കപ്പെട്ട ഒരു ജീവിതമാണ് ആ വ്യക്തിയുടെ. ആഗ്രഹിച്ചത് പലതും സ്വന്തമാക്കാൻ കഴിയാത്ത ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച നിങ്ങളെയും നഷ്ടപ്പെടരുത് എന്ന് കരുതിയാണ് പലപ്പോഴും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പോലും മറച്ചു വെക്കുന്നത്. പക്ഷേ മനസ്സ് നിറച്ച് ഇഷ്ടമുള്ള, മനസ്സ് നിറച്ചും ചിന്തയുള്ള, മനസ്സ് നിറച്ചും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട്, ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. എല്ലാ പ്രശ്നങ്ങളിലെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ വ്യക്തിയുടെ കരുത്ത് അപാരമാണ്. തൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾക്കെന്ന പോലെ തന്നെ തന്നെ സ്നേഹിക്കുന്നവർക്കും ആ വ്യക്തി ഒരു പരിഗണന നൽകുന്നു. തൻ്റെ സ്വപ്നവും കൂടി അതാകുമ്പോൾ ആ പരിഗണന ഇരട്ടിയാകുന്നു. അതാണ് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നത്. ഒരിക്കൽ പോലും തകർന്നു പോകരുത്, ഒരിക്കൽ പോലും വേർപെട്ടു പോകരുത്, എന്നും കൂടെ ഉണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ആരും അറിയാതെ നിങ്ങൾക്കായി നിലകൊള്ളുകയും നിങ്ങളുടെ നന്മ വിജയം ആഘോഷിക്കുകയും മനസ്സിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരു നല്ല നാളെ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ വ്യക്തി. മനസ്സിൽ എന്തിനാണ് ആ വ്യക്തി പലതിനെയും ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസക്കുറവുമുണ്ട്. പിന്നെ ചുറ്റുപാടും കാർന്നു തിന്നുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ പേര് പറഞ്ഞാൽ പോലും, നിങ്ങളെപ്പറ്റി പറഞ്ഞാൽ പോലും ഒട്ടും പരിഗണിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഉള്ളിൽ ആ സ്നേഹം ആ വ്യക്തി കുഴിച്ചു മൂടുന്നില്ല. ആരും കാണാതെ ആ സ്നേഹം നിങ്ങൾക്കായി വേണ്ടി മാത്രം നൽകാൻ ആ വ്യക്തി കാത്തിരിക്കുന്നു. ഏറ്റവും നല്ല സമയം വരാൻ ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്. ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജിയോട് നല്ല ഒരു ദിനം വരണമേ, നല്ലൊരു ശക്തി നൽകണമേ, എനിക്കും എൻ്റെ വ്യക്തിക്കും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും ആരെയും നശിപ്പിക്കാനോ ആരെയും അവഗണിക്കാനോ അല്ല, സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിക്കാൻ. അങ്ങനെയാണ് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത്. അതാണ് ആ വ്യക്തിയുടെ ചിന്ത. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.